2035 ഡിസംബർ 31 ആകുമ്പോഴത്തേക്ക് 1,00,000 കുടുംബത്തിൻ്റെ മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും നിലനിർത്തിക്കൊണ്ട് ഹാപ്പിനെസ് കൂട്ടുക. അതിനുവേണ്ടി 1000 മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ ഞാൻ ട്രെയിൻ ചെയ്യുക, അവരെ എംപവർ ചെയ്യുക. Thank you all for being here. അപ്പം മനസ്സിന് ഡീൽ ചെയ്യുന്ന, അതിനെ ഡിസൈൻ ചെയ്യുന്ന, അതിനെ ട്രീറ്റ് ചെയ്യുന്ന, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് സൊസൈറ്റിയിലേക്ക് എന്ത് പ്രീമിയം കോൺട്രിബ്യൂഷനാണ് ഡോക്ടർക്ക് കൊടുക്കാനുള്ളത്? ഇതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം. ഞാൻ ആദ്യം എൻ്റെ ഒരു വിഷൻ പറയാം. ശരി. 2035 ഡിസംബർ 31 ആകുമ്പോഴത്തേക്ക് 1,00,000 കുടുംബത്തിൻ്റെ മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും നിലനിർത്തിക്കൊണ്ട് ഹാപ്പിനെസ് കൂട്ടുക. അതിനുവേണ്ടി 1000 മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ ഞാൻ ട്രെയിൻ ചെയ്യുക, അവരെ എംപവർ ചെയ്യുക, അവരെ ബിൽഡ് ചെയ്യുക. ഇവരെല്ലാവരും കോർത്ത് നിൽക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുക. ഇതാണ് ഞാൻ വലിയ വിഷനായി വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് മാനസിക സംഘർഷമുണ്ട്. അത് ബിസിനസ്സുകാർക്ക്, അതുപോലെ ഡോക്ടേഴ്സിന്, അതുപോലെ ഒരുപാട് പ്രൊഫഷണൽസിനുണ്ട്. അത് കാരണം അവരുടെ പ്രൊഡക്ടിവിറ്റി, അവരുടെ ഔട്ട്പുട്ട്, അവരുടെ എഫിഷ്യൻസി നന്നായി കുറവാണ്. അപ്പോൾ എൻ്റെ വലിയ ലക്ഷ്യം, ഒരു വിഷൻ എന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു സിസ്റ്റവും പ്ലാറ്റ്ഫോമും എൻ്റെ ടീമിനെ വെച്ചിട്ട് അവരെ ചികിത്സിക്കുകയും കൂടെ നല്ല തെറാപ്പി കൊടുക്കുകയും കൂടെ അവരെയും കൂടി എംപവർ ചെയ്ത്, ഞാൻ ചികിത്സിക്കുന്ന രോഗികളാവാം അല്ലെങ്കിൽ ക്ലയൻസ് ആവാം, അവരുടെ ഔട്ട്പുട്ട് നേരെ ഡബിൾ ആക്കുക, അവരുടെ എഫിഷ്യൻസി നേരെ ഡബിൾ ആക്കുക. അതുവഴി ഒരു നല്ലൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആ വ്യക്തികൾക്ക് നൽകുക. അതുവഴി നമ്മുടെ മലപ്പുറത്തിന് അല്ലെങ്കിൽ കേരളത്തിന്, ഇന്ത്യക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാകുക എന്ന വലിയൊരു ലക്ഷ്യം ഞാൻ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഒരു സൊസൈറ്റിയിലുള്ള ഒരാൾ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മാനസികമായ ആരോഗ്യമില്ല അല്ലെങ്കിൽ മാനസികമായ പ്രശ്നമുള്ള ഒരു രോഗിയല്ല. സാധാരണ മാനസികമായിട്ടുള്ള ആ ഒരു ഉയർച്ച താഴ്ച എല്ലാവർക്കും, എല്ലാ വ്യക്തികളും, ഈ രോഗി ആയിക്കോണമെന്നൊന്നുമില്ല. ആ മനസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു കുട്ടി പഠനം നടത്തി പഠിച്ച് നല്ല റാങ്ക് വാങ്ങുന്നത്. മൈൻഡിൻ്റെ പവർ കൊണ്ടാണ്. ഫുട്ബോൾ കളിക്കാരൻ നല്ല രൂപത്തിൽ കളിച്ച് ഗോള് അച്ചീവ് ചെയ്ത് ഒരു വേൾഡിലെ നല്ല കളിക്കാരനായി അല്ലെങ്കിൽ തിളങ്ങി നിൽക്കുന്ന സ്റ്റാറായി മാറുന്നത് അയാളുടെ മൈൻഡിൻ്റെ പവർ കൊണ്ടാണ്. അപ്പോൾ ഞാൻ രോഗികൾ എന്നുള്ളത് മാറ്റി നിർത്തി, രോഗികൾക്ക് ഡോക്ടർ ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുന്നുണ്ട്. ആസ് എ സൈക്കാട്രിസ്റ്റ് എന്നുള്ളവർക്ക് അതിന് ഒഫീഷ്യലി അധികാരമുള്ള ഒരാൾ എന്നുള്ളവർക്ക് ചെയ്യുന്നുണ്ട്. അതിനും അപ്പുറം സൊസൈറ്റിയിൽ ഇങ്ങനത്തെ ഒരു വ്യത്യസ്തമായ രൂപത്തിലുള്ള മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മൈൻഡ് പവർ എന്ന് പറയുന്ന സംഭവമുണ്ട്. മൈൻഡ് പവർ, ഈ മൈൻഡ് പവറിൽ ഡോക്ടർക്ക് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഈ മൈൻഡ് പവർ എന്നുള്ളത് കാരണം ഏതൊരു വ്യക്തിയുടെയും അച്ചീവ്മെൻറ്റ്സിൻ്റെ അടിസ്ഥാനം മൈൻഡ് പവറാണ്. അപ്പോൾ ആ മൈൻഡ് പവറിൽ ഡോക്ടർ പോലുള്ള ഒരാൾക്ക് നിങ്ങൾക്ക്, കാരണം ഈ ഒരു മേഖലയിൽ ഒതൻറ്റിക് ആയിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരാളാണ്. കാരണം അത് ഒതൻറ്റിക് ആയിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുള്ള ഒരാളാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ നിന്നും MBBS കഴിഞ്ഞൊരു വ്യക്തിയാണ്. ലോകത്തിൽ തന്നെ എണ്ണപ്പെട്ട സൈക്കാട്രിക് ഹോസ്പിറ്റലുകളിൽപ്പെട്ട നിംഹാൻസിൽ നിന്ന് MD കഴിഞ്ഞ ഒരാളാണ്. ഇങ്ങനെ ഇത്രയൊക്കെ ബാക്കപ്പുള്ള ഒരു ബ്രാൻഡ് ബാക്കപ്പുള്ള പിന്നെ സർട്ടിഫിക്കറ്റ് ബാക്കപ്പുള്ള ഒരു ഡോക്ടർക്ക് മൈൻഡ് പവർ എന്ന് പറയുന്ന ഒരു മേഖലയിൽ എന്ത് കോൺട്രിബ്യൂഷനാണ് ചെയ്യാൻ കഴിയുക? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു വ്യക്തി അയാളെ പൊട്ടൻഷ്യൽ പലപ്പോഴും അച്ചീവ് ചെയ്യുന്നില്ല. പല കാരണം കൊണ്ട്. അയാളെ ചെറുപ്പത്തിലെ പല ട്രോമകളായിരിക്കാം, അതിൽ കുറെ അൺഹീൽഡായ കുറെ മെമ്മറികളായിരിക്കാം, പല കാരണങ്ങളാവാം. അതിനെ നമുക്ക് മൈൻഡ് പവർ വെച്ചിട്ട് നമുക്കത് അതിൽ ഒരുപാട് വർക്ക് ചെയ്ത്, ഒരുപാട് തെറപ്പി ചെയ്ത് അവരെ ട്രൂ പൊട്ടൻഷ്യലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് മാനിഫെസ്റ്റേഷൻസ്, അതുപോലെ അഫർമേഷൻ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിങ്, അങ്ങനെ ഒരുപാട് ടെക്നിക്കുകൾ ഇന്ന് കാലത്ത് അവൈലബിൾ ആണ്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ആളുകളുടെ, അത് ഒരു രോഗി എന്ന് ഒരിക്കലും ഞാൻ പറയില്ല, ഒരു വ്യക്തിയാവാം, ഒരു ക്ലയൻ്റ് ആവാം, ഒരു കസ്റ്റമർ എന്ന് പറയാം, ഒരു മനുഷ്യനാവാം, അയാളുടെ ട്രൂ പൊട്ടൻഷ്യലിലോട്ട് അവരെത്തിക്കുക, അവരെ സഹായിക്കുക. എൻ്റെ സംവിധാനവും എൻ്റെ ടീമും എൻ്റെ പ്ലാറ്റ്ഫോം വെച്ചിട്ട് മാക്സിമം അവർ ഔട്ട്പുട്ട് കൂട്ടാൻ ശ്രമിക്കുക മൈൻഡ് പവറിലൂടെ. ഓക്കെ,
ഓക്കെ, തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ വെച്ച് ഡോക്ടർ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്കിത് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ ഒരു മേഖലയിൽ ഒരുപാട് മുറി വൈദ്യന്മാരുണ്ട്, കാരണം ഏതൊരാൾക്കും ഒരു ഡിപ്ലോമ കഴിഞ്ഞ് ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ മൈൻഡ് പവർ കോച്ച് എന്നുള്ള രീതിയിലോ ട്രെയിനർ എന്നുള്ള രീതിയിലൊക്കെ ഇതിൻ്റെ ഒരു മിനിമം ലെവലിൽ 3 മാസം 6 മാസത്തെ കോഴ്സൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ അപ്പോസ്തലന്മാരായിട്ട് വാഴുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവിടേക്കാണ് ഡോക്ടർ പോലുള്ള ഒരാളെ ആസ് എ പൊസിഷൻ കോച്ച് എന്നുള്ള നിലക്ക് എനിക്ക് പ്രതിഷ്ഠിക്കാൻ ഇഷ്ടം. കാരണം ഇതിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഡോക്ടർ പോൾ, കാരണം ഡോക്ടർ വർഷങ്ങൾ എടുത്ത് പഠിച്ച കാര്യം അത്രയും ക്രെഡിബിൾ ആയിട്ടുള്ള സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു വ്യക്തിക്ക് സൊസൈറ്റിയിൽ വലിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലക്ഷങ്ങളുടെ ലാഭം ഒരു വ്യക്തിക്ക് ക്രിയേറ്റ് ചെയ്യാൻ താങ്കളെപ്പോലുള്ള ആളുകളുടെ ഇടപെടൽ, ഞാൻ ലക്ഷങ്ങൾ എന്നുള്ളത് വാല്യൂ മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. അപ്പം ഒരാളുടെ ഡ്രീം അച്ചീവ് ചെയ്യുന്നതാവട്ടെ, അയാൾ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആവട്ടെ, അയാളുടെ പെർഫോമിംഗ് ലെവലിലുള്ള അയാളുടെ കോൺട്രിബ്യൂഷൻ ആവട്ടെ, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അയാളുടെ പ്രൊഡക്ടിവിറ്റീനെ 10 ഇരട്ടി കൊണ്ടുവരാൻ അയാളുടെ മൈൻഡ് പവർ കൊണ്ട് കഴിയുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിന് ഡോക്ടർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമെന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അത്തരത്തിലൊരു പ്രീമിയം രീതിയിലേക്ക് താങ്കളുടെ ഈ ജേർണിയിലേക്ക് എല്ലാവിധ സപ്പോർട്ടുകളും നൽകുകയാണ്. താങ്ക് യു.